എന്നുവെച്ചാൽ മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും ഉപയോഗിച്ച് നമ്മിലും സമൂഹത്തിലും വരുന്ന പ്രത്യേകമായ ഗുണപ്രദമല്ലാത്ത മാറ്റങ്ങൾ വിസ്തരിച്ച് ചർച്ച ചെയ്യേണ്ടതാണ്. അത് സംബന്ധമായി ഉണ്ടാകുന്ന കുറേ അപാകങ്ങളുണ്ട് സമൂഹത്തിൽ. അത് മയക്കുമരുന്ന് പോലെയുള്ള ദൂഷ്യതകളെ പ്രേരിപ്പിക്കുന്നത്, കൊലപാതകത്തിനും മറ്റും കാരണമാകുന്നത്, എടുത്തുചാട്ടത്തിനും മുൻകോപത്തിനും കാരണമാകുന്നത്, കുടുംബ ബന്ധങ്ങൾക്ക് വലിയ വിള്ളലുണ്ടാക്കുന്നത്. ഒരൊറ്റ വർഷം കൊണ്ട് 4000 ചില്ലാനം കുടുംബിനികളാണ് അവരുടെ മക്കളെയും ഭർത്താവിനെയും ബന്ധുമിത്രാദികളെയും ഉപേക്ഷിച്ച് കാമുകന്മാരോടൊപ്പം ഇറങ്ങിപ്പോയത് എന്ന പുതിയ കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. അത് വളരെ മാരകല്ലേ. ഒരൊറ്റ വർഷം കൊണ്ട് 4428 കണ്ടാണ് എൻ്റെ ഓർമ്മയിൽ. എന്തായാലും 4500-ൻ്റെ തൊട്ടടുത്ത്. വളരെ സുഖപ്രദമായി ജീവിക്കുന്നവരാണ് ഭൂരിപക്ഷവും. അവർക്ക് സംവിധാനങ്ങളും സൗകര്യങ്ങളും സമ്പത്തും മക്കളും സന്താനങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു ചെറിയ നിമിഷത്തെ പ്രലോഭനത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ്റെ വളരെ ചെറിയ രീതിയിലുള്ള ഒരു മോട്ടിവേഷനിൽ എല്ലാം ഉപേക്ഷിച്ചിറങ്ങിപ്പോവുകയാണ്. പിന്നീട് എന്ത് എന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും ഈ മൊബൈൽ അഡിക്ഷൻ അവരെ സമ്മതിക്കുന്നില്ല. ഇത്ര വ്യാപകമായ രീതിയിൽ കുടുംബിനികൾ തന്നെ ഇറങ്ങിപ്പോകുന്നത്, ഇത് കുടുംബിനികളുടെ കണക്കാണ് കേട്ടോ. ഈ കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളിൽ ഉണ്ടാകുന്ന ഇത്തരം സംഗതികൾ, ആൺകുട്ടികൾ ഇത്തരം പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ചു കൊണ്ടുവരുന്നത്. മുമ്പ് ഞാൻ നിയമസഭയിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി, ആരോഗ്യമന്ത്രി, ടീച്ചർ അവതരിപ്പിച്ചൊരു കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 360ഓളം കുട്ടികളാണ് ഈ ചാടിപ്പോയതിന് ശേഷമുള്ള അക്രമങ്ങൾക്ക് വിധേയരായവരും പലരും മരണപ്പെട്ടു. അത് വലിയൊരു കണക്കാണ്. അപ്പൊ ഈ ആൺകുട്ടികൾ ഇറക്കിക്കൊണ്ടുവരുന്നതും പെൺകുട്ടികൾ ഇറങ്ങിപ്പോകുന്നതുമായ കണക്കുകളൊന്നും പറയാതെ കുടുംബവുമായി സ്വസ്ഥമായി ജീവിക്കുന്നവർ ഇറങ്ങിപ്പോകുന്നതാണ് ഞാനീ പറഞ്ഞ ഭീമമായ സംഖ്യ. എല്ലാത്തിനും കാരണം ഈ ഒരു മൊബൈൽ അഡിഷനാണ്, ഈ ഒരു സ്ക്രീൻ അഡിഷൻ. അപ്പൊ സ്വാഭാവികമായും വളരെയേറെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതും ഇത് സംബന്ധമായൊരു സാക്ഷരത, എങ്ങനെയൊക്കെ ആവണം ഇത് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നതിനെ കുറിച്ച് പക്വമായൊരു പഠനം, പരിശീലനം നമുക്ക് വേണ്ടതാണ്. അതോടൊപ്പം നമ്മുടെ മക്കൾക്കും ആവശ്യം. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു രംഗത്തും പുരോഗതിയില്ലാത്ത വിധം തകർന്നു പോകുന്ന ഒരു സമൂഹമായി, തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം തോറ്റുപോകുന്ന ഒരു സമൂഹമായി നമ്മൾ മാറേണ്ടി വരും.